നമ്മളെങ്ങോട്ടാ പോകുന്നേ? ആർമി ക്യാമ്പ്. അപ്പോൾ ആർമി ക്യാമ്പിന്റെ ഉള്ളിലേക്ക് ഒരു യാത്ര എന്താണെന്ന് കണ്ടറിയാം. കശ്മീരിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വന്ന ഞങ്ങൾക്കിന്ന് ലഭിച്ചത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ആർമി ക്യാമ്പ് സന്ദർശിക്കാനുള്ള അവസരം. ഇത് ശരിക്കും ഒരു ക്യാമ്പ് അല്ലാട്ടോ, ആർമി ഗസ്റ്റ് ഹൗസ് ആണ്. നമ്മുടെ കുടുംബത്തിലെ ഒരാളുടെ ഫാദർ ആർമിയിൽ ഓഫീസർ ആയതുകൊണ്ടും സാറിന്റെ മുന്നത്തെ പോസ്റ്റ് ഇവിടെ ആയതുകൊണ്ടും നമുക്ക് ചെറിയൊരു ഇൻവിറ്റേഷൻ കിട്ടിയതാണ്. എന്തായാലും ഇങ്ങനൊരു അവസരം മറ്റാർക്കും കിട്ടാത്ത ഒരു പുതിയ അനുഭവമായിരിക്കും. ആർമിയുടെ വാഹനങ്ങൾ കണ്ടു, പിന്നെ കുറെ നായ്ക്കളും. ഇതും ഇനി ആർമിയിലുള്ളതാണോ അറിയില്ല. ശേഷം മുകളിലേക്ക് കയറി. ആദ്യം വെള്ളം തന്നു, ശേഷം കുടിച്ച ഗ്ലാസ് എല്ലാവരുടെ കയ്യിൽ നിന്നും മേടിച്ച് ക്ലീൻ ആക്കുന്ന നമ്മുടെ സ്വന്തം ദാമോദരേട്ടനും ഹാഷിമും. ശേഷം സ്നാക്സും വന്നു, സോൻ പപ്പടി, പിന്നെ 2 ഉണ്ട. ഒന്നോക്കെ, മറ്റേത് നല്ല എരിയുള്ള ഒന്ന്, എനിക്കിഷ്ടായി. പിന്നെ ജ്യൂസും വന്നു. ആർമി ക്യാമ്പ് സന്ദർശനത്തിൽ ഏറ്റവും കൂടുതൽ ആർമി ക്യാമ്പ് മുതലാക്കിയത് ഇവൻ തന്നെയാണ് കേട്ടോ. ഏതാ മുതല് ഒറ്റയടിക്ക് 2-3 സോൻ പപ്പടിയൊക്കെയാണ് അടിച്ചു കയറ്റണേ. പിന്നെ നോക്കിയപ്പോ ജ്യൂസിന് മുക്കി ബിസ്ക്കറ്റും കഴിക്കുന്നു. ആർമി കൺട്രോൾ ആയതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടായേക്കാം. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതിയെ ശ്രീനഗറിലേക്ക് യാത്ര തിരിച്ചു. രാജ്യത്തിന് വേണ്ടി പോരാടുന്ന നമ്മുടെ സൈനികരുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ ഒരു സ്വീകരണം ഒക്കെ കിട്ടുക എന്നുള്ളത് പുതിയൊരു അനുഭവം തന്നെയാണ്. എന്തായാലും ഇങ്ങനെ ഒരു അനുഭവത്തിന് കാരണമായവർക്കിരിക്കട്ടെ ഒരു ബിഗ് താങ്ക്സ്. യാത്രകൾ തുടരുന്നു, ബാക്കി നാളെ.